അയ്യോ വള്ളക്കാരൻ എന്തേ? അയാള് വള്ളം തുഴയുമല്ലായിരുന്നോ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അയാൾ നോക്കിട്ട് പെട്ടെന്ന് കാണാമായല്ലോ. എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? വള്ളക്കാരനില്ലാതെ ഈ വള്ളം എങ്ങനെ മുന്നോട്ട് പോകും? മാളൂട്ടി നീ പേടിക്കണ്ട. എന്തായാലും നമ്മൾ ഇത്രയും പേരില്ലേ. അതിന്റെ മോളെ എനിക്കും അറിയാത്തത്. അയാൾ ഇത്രയും നേരം നമ്മളോട് ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ ജോലി സ്ഥലത്തുനിന്ന് ലീവിന് വരും പറഞ്ഞിട്ടുണ്ടല്ലേ അച്ഛനെ നമ്മൾ പിന്നെ അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. അയ്യോ മാളൂട്ടിയുടെ അച്ഛനെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? ആ വള്ളക്കാരൻ അറിയാമെന്നല്ലായിരുന്നോ പറഞ്ഞത് എവിടെ വരുന്നെന്നുള്ളത്? ഈ ഭാഗത്തൊന്നും ആയിരിക്കത്തില്ലായിരിക്കും. ഇതാണെങ്കിൽ കായലും കടലും കൂടെ ചേരുന്ന ഭാഗമല്ലേ. അവിടെ ഉള്ളൊരു ദ്വീപ് ഇത്. നമ്മൾ ഈ ദ്വീപിലാണ് വന്ന് പെട്ടേക്കുന്നത്. ആ പക്ഷെ വള്ളക്കാരൻ പറഞ്ഞതാണെങ്കിലേ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് വരുമെന്നല്ലായിരുന്നു പറഞ്ഞത് ചേട്ടൻ. സാമ്പ്രാണിക്കുടി വരും എന്നല്ല പറഞ്ഞത്. സാമ്പ്രാണിക്കുടിയുടെ അപ്പുറത്താണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ല. മൺട്രോത്തുരുത്തോ അവിടാന്ന് തോന്നുന്നു. അവിടെ വരെ ചേട്ടൻ വരുമെന്ന് പറഞ്ഞത്. ആ അവിടെ ഒന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞത് മൺട്രോത്തുരുത്തില്. നമ്മളാണെങ്കിൽ വണ്ടി വന്നാൽ മതിയായിരുന്നില്ലേ ആന്റി? വള്ളത്തെ വന്ന് നമ്മൾ കുറുക്കോഴിയാ കയറി വരാന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ വള്ളത്തെ വന്നത് പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട്. പിന്നല്ലേ 1 മണിക്കൂർ ലാഭിക്കാന്ന് പറഞ്ഞിട്ടാ നമ്മൾ വള്ളത്തിൽ ഈ വഴി വന്നത്. നമ്മളിപ്പോ ഇവിടുത്തെ ദ്വീപിൽ പെട്ടുപോകുകയും ചെയ്ത വള്ളക്കാരന്റെ കണി കാണാനുമില്ല. ചേട്ടന്റെ ഫോണിൽ വിളിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ ഫോൺ ഈ കംപ്ലൈന്റ് ആണെന്നാ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് ശരിയാക്കാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. വള്ളക്കാരൻ പിന്നെ ചേട്ടനെ പരിചയമുള്ളതുകൊണ്ട് വള്ളക്കാരൻ പിന്നെ ചേട്ടനടുത്ത് കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ വന്നത്. അയ്യോ മക്കളെ നിങ്ങളാണെങ്കിൽ ഞാൻ കാരണം ഇവിടെ പെട്ടുപോകുകയും ചെയ്തല്ലോ. അയ്യോ ആ വള്ളം വാങ്ങിയ കാറ്റത്തങ്ങ് ഒഴുകി പോയതാ. Where are you? Do you want to play hide and seek? I see you. അയ്യോ ശരി ഗ്രാനൈറ്റ് സൗണ്ട് അല്ലേ കേട്ടത്? ആ വെള്ളത്തിന്റെ അവിടെ നിന്ന് സൗണ്ട് കേട്ടത്. നമുക്ക് അതിൽ കുറച്ച് ഉള്ളിലോട്ടങ്ങനെ മാറി നിൽക്കാം ഒളിഞ്ഞ്. അല്ലെങ്കിൽ ഗ്രാനി ചിലപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറി നമ്മൾ ഉപദ്രവിച്ച് എന്ത് ചെയ്യും? ഇവിടുന്ന് അങ്ങോട്ട് വെട്ടമൊക്കെ കാണുന്നുണ്ട്. ഒരു പാലം പോലെയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പോയി. Do you want to play hide and seek? I see you. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടത്തില്ല. അയ്യോ എന്നെ ഓടിക്കോ. ഓ രക്ഷപ്പെട്ടു. അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് കാണുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് കയറാം. Sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak nyaut, maka makhluk ini datang di rumah kalian. Hi, seremnya. Tung sahur. ഹായ് കൊറേ പേര് എനിക്ക് കിട്ടിയല്ലോ. എനിക്ക് വിശന്നിരിക്കുവായിരുന്നു. നിങ്ങളൊക്കെ പോയോ? ആഹാ അങ്ങനെ ഞാൻ വിട്ടുതരത്തില്ല. ഈ സഹൂർ ആരാന്ന് വിചാരിച്ചത്? ഈ ദ്വീപിൽ വരുന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇവരാരെയും വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അയ്യോ അവർ മുമ്പിൽ ചെന്ന് പെടല്ലേ നമ്മള്. ഞാൻ വരാൻ ലേറ്റായോ ഗൈസ്? ഈ ദ്വീപിൽ ആര് വന്നാലും അവരെ വെറുതെ വിടരുത്. അവരെ ആദ്യം നമ്മൾ മയക്കി എടുക്കണം. അതായത് നമ്മൾ ഡാൻസ് ചെയ്യണം. അപ്പോഴത്തെ അവർ തന്നെ വീണോളും. നമ്മുടെ ഡാൻസ് കണ്ടിഷ്ടപ്പെട്ട് മയങ്ങി അവരിവിടെ നിൽക്കണം. അത് കഴിയുമ്പോൾ വേണം നമുക്ക് ആക്രമിക്കാൻ അവരെ. മാഷ് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കേ. അതെ ഞാൻ കളിക്കാൻ പോവാ. ഞാൻ കളിക്കുന്നത് കണ്ടു വേണം നിങ്ങൾ ചെയ്യാനും. ഓ നമ്മൾ ഓടി ഓടി കുറേ ദൂരം വന്ന് ഇങ്ങനെ നമ്മൾ ദ്വീപിനകത്ത് തന്നെ കിടന്ന് അങ്ങോട്ടിട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എവിടെ തീരവും നോക്കി പോകാം. നീന്തി ആയാലും പോകാം പുറത്തോട്ട്. എന്നാലും നമുക്ക് തീരത്ത് പോയി നിൽക്കാം. ദൂരെ എവിടേക്കെങ്കിലും വള്ളം വന്ന് അടി പതിങ്ങി എന്ത് ചെയ്യും? നമ്മളാരെങ്കിലും രക്ഷിക്കാൻ വന്നാലോ? ശരി നമ്മൾ ഈ കാടിനകത്ത് അങ്ങോട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല. കൊള്ളാം. നിങ്ങൾ എന്താ പരിപാടി കാണിച്ചത്? ഞങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ എവിടെ പോയത്?
സോറി, ക്ഷമിക്കണം. നമ്മൾ ഈ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ കാടിനകത്ത് ആരോ ഡാൻസ് ചെയ്യുന്നതായിട്ട് കണ്ട്. എനിക്കാണെങ്കിൽ അതങ്ങ് ഇഷ്ടപ്പെട്ട് ആ ഡാൻസ്. ഞാൻ ആ ഡാൻസ് കണ്ടങ്ങ് മയങ്ങി. അങ്ങനെ ഞാൻ അവരുടെ പുറകെ പോയതാണ്. നിങ്ങളോട് പറയാൻ പോലും പറ്റിയില്ല ഞാൻ അങ്ങോട്ട് പോകുമെന്നുള്ളത്. രണ്ടുപേരുണ്ടായിരുന്നു. ഒരു അമ്മൂമ്മയും ഒരു മരത്തടിയും കൊണ്ടുള്ള ഒരു സാധനവും. അവരുടെ ഡാൻസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഇഷ്ടമായി. ഞാൻ ആ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നിങ്ങളോട് പറയാൻ പോലും ഞാൻ മറന്നുപോയി. ഓ, എന്തായാലും നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയല്ലോ. ഞങ്ങളെന്തായാലും അവർക്ക് വശീകരിക്കാൻ പറ്റിയില്ല ഡാൻസ് കാണിച്ച്. ഞങ്ങളെന്തായാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. ഞങ്ങളെന്തായാലും രക്ഷിക്കുമോ? പിന്നല്ലാതെ നിങ്ങളെ രക്ഷിക്കാതെ. വാ, എന്നിട്ട് പെട്ടെന്ന് ഈ വള്ളത്തിൽ വന്ന് കയറും. അവരെന്നെ ഡാൻസ് കാണിച്ച് മയക്കെങ്കിലും എനിക്ക് പിന്നെ മനസ്സിലായി അവരുടെ പൂരന്മാരാന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് രക്ഷപ്പെടാൻ ഇവിടെ വന്നത്. ഞാൻ വരുന്നത് നിങ്ങൾ ഇവിടെ തന്നെ കാണുമായിരിക്കുമെന്ന്. പക്ഷെ ഞാനിവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് വള്ളവും ഇല്ല, നിങ്ങളും ഇല്ല. ഞാൻ നോക്കുമ്പോൾ വള്ളം അങ്ങ് ദൂരെയോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ നീന്തി പോയി വള്ളം ഒന്നെങ്കിൽ പിടിച്ചോണ്ട് വരുക. എന്തായാലും നിങ്ങൾ വേഗം വന്ന് കയറ്. ആ ചേട്ടനടുത്ത് ഞാൻ കൊണ്ടാക്കാം.